എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ പൊതുവെ അറിയപ്പെടുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഗൾഫ് എന്നൊക്കെയാണ്. ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികൾ കൂട്ടമായി പാർക്കുന്ന ബായ് കോളനി, അങ്ങനെയാണ് ഇവിടെ എല്ലാവരും അറിയപ്പെടുന്നത്. ആ സ്ഥലത്തിന് കണ്ടന്ത്ര ജമാഅത്തിൽപ്പെട്ട ഈ ബായ് കോളനിക്കെതിരെ ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. അവരുടെ ലഹരി ഉപയോഗം എല്ലാം കൂടുതലാണ് ഇവിടെ, അല്ലെങ്കിൽ ഇവിടെ ഒരു ലഹരിയുടെ ഹബ്ബായി മാറുന്നു എന്ന ഒരു ഭയത്താൽ ഇപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികളെല്ലാം ഒരു പ്രതിഷേധ പ്രകടനവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ശരിക്കും ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താ? ശരിക്കും കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗം, ലഹരി വിൽപ്പന, വ്യാപനം, വിപണനം ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേരളത്തിലെ ഒരു ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ബായ് കോളനി. ഈ കണ്ടന്തര പ്രദേശത്തുള്ള വാഴക്കുളം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ചെറുപ്പക്കാർ കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തു വരികയായിരുന്നു. പോലീസിന്റെ ഭാഗത്ത് ഒട്ടും നീതീകരിക്കാവുന്ന നടപടികളല്ല ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഭർത്താവിനെ കള്ളക്കേസ് കുടുക്കി പോലീസ് കേസ് ചാർജ് ചെയ്ത് ഇന്നലെ റിമാൻഡ് ചെയ്ത് മൂവാറ്റുപുഴ ജയിലിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ പ്രദേശത്തുള്ള ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരുന്ന 19ഓളം പേരുടെ പേരുകളിൽ പോലീസ് കള്ളക്കേസ് എടുത്തിരിക്കുകയാണ്. അവരുടെ വീടുകളിൽ പോലീസ് നിരന്തരം അന്വേഷണം നടത്തി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന സാഹചര്യമാണുള്ളത്. എന്ത് ഭീഷണി ഉണ്ടെങ്കിലും കള്ളക്കേസ് എടുത്താൽ പോലും ഒരു കാരണവശാലും ഈ നാട്ടിലെ ചെറുപ്പക്കാർ ഇതിൽ നിന്ന് പിന്തിരിയുന്ന ഒരു പ്രശ്നമില്ല. ശക്തമായ സമരപരിപാടികളും ഈ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ഈ നാട്ടിലെ ചെറുപ്പക്കാർ മുന്നോട്ട് പോകും. ഇത് ഞങ്ങൾക്ക് തുടങ്ങുമ്പോഴേ അറിയാമായിരുന്നു, പോലീസ് ഞങ്ങൾക്ക് ഒട്ടും സേഫായിട്ട് അനുകൂലമായ സാഹചര്യം ഉണ്ടാവില്ല. പോലീസാണ് ഈ ഏതെങ്കിലും ലഹരി മാഫിയനെ പിടിച്ചു കൊടുത്താൽ 1-2 ദിവസം കൊണ്ട് ജാമ്യം കൊടുത്ത് ആളുകളെ പുറത്തുവിടുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. ഇനിയും കേസുണ്ടാവും. ആ കേസുകളെല്ലാം അഭിമുഖീകരിക്കാനുള്ള ധൈര്യം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇവിടെ സജീവമായിട്ട് ഇത് നേതൃത്വം നൽകിയിരുന്ന ഒരാളെ പിടിച്ച് അകത്തിട്ടേക്കാണ്. അപ്പോൾ അതോടുകൂടി അത് മാത്രമല്ല, അതിൽ 19ഓളം പേരെ ഇനി അവർ പ്രതി ചേർക്കാനും ഉണ്ട്. പേര് എഴുതി ചേർത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഈ സമരപരിപാടി മുന്നോട്ട് പോകുന്നത് പോലീസിന് അംഗീകരിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലാണ്. കാരണം അവർക്ക് നല്ലൊരു വിഹിതം കച്ചവടം ഇവിടെ മുടങ്ങി പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പോലീസുകാർ ഇതിനു മുമ്പ് ഉണർന്ന് പ്രവർത്തിച്ചായിരുന്നെങ്കിൽ ഇങ്ങനെ നാട്ടുകാർക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഇത് അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ 90% പേര് രാവിലെ പണിക്ക് പോയി വൈകുന്നേരം വരുന്നവരാ. അവരെ അടിച്ചമർത്തി ഈ കച്ചവടത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ 10% നിന്നുള്ള ഈ ഭീകരത മോചിപ്പിച്ച് സാധാരണഗതിയിലാക്കുന്ന ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഈ നാട്ടുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഈ ഹിന്ദിക്കാർക്കെതിരെയോ തൊഴിലാളികൾക്കെതിരെയോ യാതൊരുവിധ നടപടി നമ്മളാരും എടുത്തിട്ടില്ല. കാരണം അവർ ചേർത്ത് പിടിച്ചിട്ടുള്ളൂ പല ഘട്ടങ്ങളിലും. നമുക്ക് ആവശ്യമുള്ളവരാണ്. ജില്ലാ പഞ്ചായത്തിൽ നിന്നും എത്തരത്തിലുള്ള നടപടികളായിരിക്കും ഇനി മുന്നോട്ടുണ്ടാവും. DMO അടക്കമുള്ള ആളുകളുമായിട്ട് സംസാരിച്ച് ഉചിതമായ നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോകാനാണ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എക്സൈസ് വകുപ്പ് മന്ത്രിക്കും ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും തുടർന്ന് നല്ല നിലക്കുള്ള ഒരു സപ്പോർട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള പ്രതീക്ഷയുമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും നീങ്ങുന്നത്. എക്സൈസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും തുടർന്ന് നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളുമായിട്ട് പ്രദേശവാസികൾ മുന്നോട്ട് പോകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ മുഹമ്മദിനോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ, ന്യൂസ് മലയാളം.